ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് രണ്ട് മസ്അല തീർക്കാനുണ്ടായിരുന്നു വിഷയത്തിൽ. ഒന്ന് ഇതാണ്, അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസിൽ قال رسول الله صلى الله عليه وسلم إذا أتى أحدكم أهله ثم أراد أن يعود فليتوضأ بينهما وضوءا. അവിടെ നമ്മൾ പറഞ്ഞെന്താ, കുടുംബത്തിന് ഒരാൾ പ്രാപിച്ചു, പിന്നെ കുടുംബത്തെ ഒന്ന് പ്രാപിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ഫലിയതവദ്ദ ബൈനഹുമ വുദൂഅ, അതിനിടയിൽ വുദു ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ കൽപ്പന നിർബന്ധത്തിനല്ല. നിർബന്ധത്തിനാണെങ്കിൽ എന്തായി, ഒരിക്കൽ ഭാര്യനെ പ്രാപിച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രാപിക്കാൻ ഉദ്ദേശിക്കേണ്ട ഇടയിൽ എന്ത് ചെയ്യണം? വുദു ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ അവിടെ കൽപ്പന നിർബന്ധത്തിനല്ല, കൽപ്പന അത് സുന്നത്തിനെയാണ് അറിയിക്കുന്നത്. അതിന് ഒരു തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരെ പ്രാപിച്ചു. പക്ഷേ അതിനിടയിൽ റസൂലുള്ളാഹി വലം യുഹദിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗശ്ശ നിസാഅഹു വലം യുഹദിസ് ബൈനഹുമ അല്ലെങ്കിൽ ബൈനഹ വുദൂഅ. ഭാര്യമാരെ പ്രാപിച്ച് അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്തിട്ടില്ല. അത് സഹിഹായി വന്ന ഹദീസാണ്, ബുഖാരിനും മുസ്ലിമിൻ്റെ. അപ്പോൾ ഇടയിൽ വുദു ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഹദീസിലെ കൽപ്പന എന്തായി? അത് നിർബന്ധത്തിനല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ ഹദീസിൽ തന്നെ അതിനൊരു തെളിവുണ്ട്, ഈ കൽപ്പന നിർബന്ധത്തിന്. ഫലിയതവദ്ദ ബൈനഹുമ, അവക്കിടയിൽ അയാൾ വുദു ചെയ്യട്ടെ എന്നുള്ളത് നിർബന്ധത്തിനല്ല എന്നുള്ളതിന് അതിൻ്റെ ശേഷം വന്ന റിവായത്തിൽ തെളിവുണ്ട്. അത് സാദൽ ഹാക്കിം, ഇമാം ഹാക്കിം ഏറെ നൽകിയിട്ടുണ്ട്. അതെന്താ? ഫഇന്നഹു അൻഷതു ലിൽ ഔദ്, വുദു ചെയ്യലാണ് വീണ്ടും ഭാര്യനെ പ്രാപിക്കുന്നതിന് ഏറ്റവും ഉന്മേഷദായകമായത്. അവിടെ ഈ ഹാക്കിമിൻ്റെ റിവായത്ത് കണ്ടോ, സഹീഹുൽ ബുഖാരിയിൽ വന്നത് എത്രയാണ്? ഫലിയതവദ്ദ ബൈനഹുമ വുദൂഅ എന്നാണ്. ഹാക്കിമിൻ്റെ റിവായത്തിൽ എന്ത് വന്നത്? ഫഇന്നഹു അൻഷതു ലിൽ ഔദ്, വീണ്ടും ഒരിക്കൽ കൂടി പ്രാപിക്കാൻ ഉന്മേഷദായകമാണ് എന്നുള്ള ആശയം വരുന്ന റിവായത്ത് എവിടെയുള്ളത്? ഹാക്കിമിൻ്റേതാണ്. അപ്പോൾ ഹാക്കിമിൻ്റെ ഏറെ വന്നു, സിയാദത്ത് വന്നു. ആ സിയാദത്ത്, അതാണ് സിയാദത്ത് സിഖ എന്ന് പറയും. അത് ഷുഅബയുടെ സിയാദത്താണ്. ഷുഅബ ആസിമിൽ നിന്ന് ഉള്ള റിവായത്തിലാണ്, ഷുഅബയുടെ റിവായത്തിലാണ്. ഷുഅബത്ത് ബിൻ അൽ ഹജ്ജാജ് അൽ കൂഫി, അദ്ദേഹത്തിൻ്റെ റിവായത്തിലാണ് ഏതുള്ളത്? ഈ ഫഇന്നഹു അൻഷതു ലിൽ ഔദ് എന്നുള്ളത്. ഷുഅബൻ്റെ റിവായത്ത് സിയാദത്ത്, ഈ സിയാദത്തു സിഖ എന്നാ പറയാം, വിശ്വസ്തൻ്റെ ഏറെ ഉള്ള റിവായത്ത്. ഷുഅബയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏറെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സ്വീകാര്യമാണ് എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ മനസ്സിലായി. ഈ സിയാദത്തു സിഖ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്കി നിങ്ങൾ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്താണ് നമ്മൾ ആദ്യം വായിച്ചത്. അതിലെന്താ ഉള്ളത്? ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതിൽ എന്താ ഉള്ളത്? ഫലിയതവദ്ദ ബൈനഹുമ വുദൂഅ, ഇടയിൽ വുദു ചെയ്യട്ടെ എന്നാണ്. അതുവരെയുള്ള ഇമാം മുസ്ലിമിൻ്റേത്. പിന്നെ ഫഇന്നഹു അൻഷതു ലിൽ ഔദ് എന്നുള്ളത് മുസ്ലിമിലില്ല. ആ ഏറുള്ളത് അവിടെയുള്ളത് ഹാക്കിമിൻ്റേതാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സിയാദത്ത് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ? അത് ഉസൂലുൽ ഹദീസിൽ പ്രധാന ചർച്ചയാണ്. സിയാദത്ത് വന്നാൽ അത് സ്വീകാര്യമാണ് അസ്വീകാര്യമാണ്. സിയാദത്തു സിഖത്താണ് എങ്കിൽ സ്വീകാര്യമാണ്. വിശ്വസ്ത റാവിയിൽ നിന്നാണ് ഈ ഏറെ വന്നത് എങ്കിൽ അത് സ്വീകാര്യമാണ്. അതാണ് തത്വം. അപ്പോൾ ഇവിടെ ഫഇന്നഹു അൻഷതു ലിൽ ഔദ് എന്നുള്ളത് വിശ്വസ്തനായ റാവിയിൽ നിന്ന് വന്ന സിയാദത്താണ്. വിശ്വസ്തനായ റാവി ആരാണ്? അവിടെ ഷുഅബത്ത് ബിൻ അൽ ഹജ്ജാജ് അൽ കൂഫിയാണ്. അദ്ദേഹം ആസിമിൽ നിന്നാണത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫഇന്നഹു അൻഷതു ലിൽ ഔദ് എന്നുള്ളത് സ്വീകാര്യമാണ്. അവിടെ ഒരു വിഷയം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫഇന്നഹു അൻഷതു ലിൽ ഔദ് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാം ഫലിയതവദ്ദ, അവൻ വുദു ചെയ്യട്ടെ എന്നുള്ളത് നിർബന്ധത്തിനല്ല എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കുക? ഫഇന്നഹു അൻഷതു ലിൽ ഔദ് എന്നുള്ളത് അറിയിക്കുന്നു ഫലിയതവദ്ദ ബൈനഹുമ വുദൂഅ എന്നുള്ള കൽപ്പന നിർബന്ധത്തിനല്ല എന്ന്. അതെങ്ങനെ? അതായത് ഔദ് നിർബന്ധമാണോ? ഭാര്യനെ വീണ്ടും ഒന്ന് പ്രാപിക്കുക എന്നുള്ളത് നിർബന്ധമാണോ? നിർബന്ധമല്ല എങ്കിൽ അതിനുവേണ്ടി വുദു ചെയ്യൽ എന്തല്ല? നിർബന്ധമല്ല. അതാണ് ഫുഖാക്കൾ പറഞ്ഞത്. ഫഇന്നഹു അൻഷതു ലിൽ ഔദ്, ഔദ് വീണ്ടും ഒരിക്കൽ കൂടി പ്രാപിക്കുക എന്നുള്ളത് നിർബന്ധമാണോ? നിർബന്ധമല്ല. അപ്പോൾ നിർബന്ധമല്ല എങ്കിൽ
അതിനുവേണ്ടി ഒതു ചെയ്യുക എന്നുള്ളതും എന്തല്ല, നിർബന്ധമല്ല. അപ്പോൾ ഈ സിയാദത്ത് സിഖ ഷുബയിൽ നിന്നുള്ള ഈ ഏറെ വന്ന ഭാഗം അതറിയിക്കുന്നു ഫലിയതവദ്ദ ബൈനഹുമ വുദുഅ എന്നുള്ളത് എന്തല്ല, നിർബന്ധത്തിനല്ല എന്ന്. പിന്നെ ഒരു മസാലയിൽ വന്ന്, അപ്പോൾ ആ മസാല മനസ്സിലായല്ല, അത് ഇതായില്ലേ. ഇനി അടുത്ത് നമുക്ക് അതിലുള്ളൊരു മസാല എന്തായിരുന്നു? കാരണം റസൂലുള്ളാഹി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് സുനനുൽ അർബഈൽ വന്ന റിവായത്തിൽ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ്, റസൂലുള്ളാഹി ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങുമായിരുന്നു. മിൻ ഗൈരി അൻ യമസ്സ മാഅൻ, മിൻ ഗൈരി അൻ യമസ്സ മാഅൻ, പിന്നെ വെള്ളം സ്പർശിക്കാതെ, വുളു കൊണ്ട് വെള്ളം സ്പർശിക്കുക, അല്ലെങ്കിൽ വുളുവിന് വേണ്ടി വെള്ളം സ്പർശിക്കുക. മസുൽമാ എന്ന് പറഞ്ഞാൽ വെള്ളം സ്പർശിക്കുക, എന്തിന്? ലിൽ വുളു, വുളുവിന്, അല്ലെങ്കിൽ ബിൽ വുളു, വുളു കൊണ്ട് വെള്ളം തൊടാതെ റസൂൽ അദ്ദേഹത്തിന് ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങിയിരുന്നു. ആ ഹദീസിന് ഇല്ലത്തുള്ളതാണെന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. പിന്നെ ഇമാം അഹ്മദ്, അബൂദാവൂദ് ഇവരുടെയൊക്കെ അതിലുള്ള ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഷെയ്ഖ് അൽബാനി ബൈഹഖിയെ തുടർന്ന് അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അബൂ ഇസ്ഹാഖിൻ സുബൈഇ അൽ അസ്വദുൽ കൂഫിയിൽ നിന്ന് ഈ ഹദീസ് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഖിലാഫ്. അബൂ ഇസ്ഹാഖിൻ സുബൈഇ അൽ അസ്വദിനിൽ കൂഫിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റിവായത്ത് കേട്ടിട്ടുണ്ട് എന്ന് അൽബാനിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ബൈഹഖി അൽബാനിക്ക് മുമ്പ് തന്നെ ആ വീക്ഷണക്കാരനാണ്. ഇപ്പം നിങ്ങളെ ചോദിച്ചിരുന്നൊരു ചോദ്യം, എന്താ നിങ്ങളെ ചോദ്യം? അതെങ്ങനെയാണ്? ഒരു കൂട്ടർ ഇല്ലത്ത് പിന്നെ കാണുക, ഈ ഒരു ഹുസൂൽ ഹദീസിലെ തത്വം, പൂർവ്വകാലത്തുള്ള ഇമാംമാരെല്ലാവരും ഒരു ഹദീസിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഐക്യപ്പെട്ടാൽ, പൂർവ്വകാലത്തുള്ള അയിമത്തുകളൊക്കെ ഒരു ഹദീസിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഐക്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിൽക്കാലക്കാരൻ അതിനെ തസ്ഹീഹാക്കാൻ പാടില്ല. പിൽക്കാലക്കാരൻ വന്നിട്ട് അത് സഹിയാണെന്ന് പറയാൻ പാടില്ല. എന്നാൽ പൂർവ്വകാലത്തുള്ള, അതേപോലെ തന്നെ പൂർവ്വകാലത്തുള്ള എല്ലാവരും ഒരു ഹദീസ് ദഈഫാണ് എന്നതിൽ ഇത്തിഫാക്കായി. പിൽക്കാലക്കാരനായ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഹദീസ് സഹിഹാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. അതേസമയം പൂർവ്വകാലത്ത് പണ്ഡിതന്മാർ ഒരു ഹദീസിൻ്റെ സിഹത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ദഈഫാണ്, മറ്റൊരു വിഭാഗം പറഞ്ഞു സഹിഹാണ് എന്ന് പറഞ്ഞാൽ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതന് വന്നിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് കൂട്ടരുടെയും പക്ഷം നോക്കിയിട്ട് സഹിഹാണോ ദഈഫാണോ എന്നുള്ളത് തീർപ്പാക്കാം. ഇവിടെ ബൈഹഖി ഒരു ഭാഗത്ത്, ഇമാം അഹ്മദും അബൂദാവൂദ് മറ്റും മറുഭാഗത്ത്. ബൈഹഖി സഹീഹ് എന്ന് വിധിച്ചു ഈ ഹദീസിനെ. അഹ്മദും അബൂദാവൂദ് അതിൽ വഹമുണ്ട് എന്ന് പറഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സഹീഹല്ല എന്ന് പറഞ്ഞു, സിഖത്തല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൂർവ്വകാലത്ത് എന്തുണ്ട്, ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതന് വന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ രണ്ടാലൊരു പക്ഷത്തിൻ്റെ വീക്ഷണത്തെ ശരിവെക്കാം, ശരിപ്പെടുത്താം. അതാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ബൈഹഖിയുടെ വീക്ഷണത്തെ അവിടെ സഹി എന്ന് പറഞ്ഞു. അതിലെന്തില്ല, അത് പിന്നെ ആക്ഷേപാർഹല്ല. മനസ്സിലായോ? അതൊരു വിഷയം. രണ്ടാമത്തേത്, അതിലുള്ള വിഷയം കർമ്മശാസ്ത്ര വിഷയം എന്താണ്? ജനാബത്തുകാരനായിരിക്കെ ഒരാൾക്ക് ഉറങ്ങുന്നതിനെക്കുറിച്ചാണ്. ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങാമോ? അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കണം, എന്താണ് ഹദീസുൽ ബാബ് അറിയിക്കുന്നത്? ഒരാൾ ജനാബത്തുകാരനാണ്, അയാൾ വുദു ചെയ്യാതെ ഉറങ്ങിയാലും എന്തില്ല, കുഴപ്പമില്ല എന്നുള്ളതാണ്. അതേസമയം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ് ഞാൻ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങാമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഉറങ്ങാം, നാം ഫലിയതവദ്ദ, അവൻ വുദു ചെയ്യട്ടെ എന്നാണ്. ഉറങ്ങിക്കോ, വുദു ചെയ്യട്ടെ. വേറെ റിവായത്തിൽ അവൻ്റെ ലൈംഗിക അവയവം കഴുകട്ടെ എന്നിട്ട് വുദു ചെയ്യട്ടെ എന്നാണ്. ലൈംഗികാവയവം കഴുകട്ടെ എന്നിട്ട് വുദു ചെയ്യട്ടെ. അപ്പോൾ വുദു ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വുദു ചെയ്യാതെ ഉറങ്ങാം എന്നതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ജനാബത്തുകാരനാണ് എങ്കിൽ അയാൾ വുദു ചെയ്യൽ ഇസ്തിഹ്ബാബൻ മുതഅക്കിദൻ, എന്താണ്, അത് പ്രബലമായ സുന്നത്താണ്. അതിലൊരാൾ വീഴ്ച വരുത്തുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുഅക്കദ എന്ന് പറയുന്നത് കാരണം റസൂലുള്ളാഹിൻ്റെ കൽപ്പന നോക്കി നിങ്ങൾ, അതിൽ അഹദുന യനാമു വഹുവ ജുനുബ്, ജനാബത്തുകാരനായിരിക്കും ഞങ്ങളിൽ ഒരാൾ ഉറങ്ങാൻ പറ്റുമോ എന്നാണ് ആര് ചോദിക്കുന്നത്? ഇബ്നു ഉമർ ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നഅം ഫലിയതവദ്ദ, ഉറങ്ങാം, പക്ഷേ അവൻ വുദു ചെയ്യട്ടെ. മറ്റേ റിവായത്തിൽ അവൻ ലൈംഗിക അവയവം കഴുകട്ടെ എന്നിട്ട് അവൻ വുദു ചെയ്യട്ടെ എന്നാണ്.
അപ്പോൾ ആ കൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉള്ളത് കാരണത്താൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഇസ്തിഹ്ബാബ് പിന്നെ ബാഹിരിയാക്കൾ വാജിബാണെന്നാണ്. ബാഹിരിയാക്കൾ വാജിബാണെന്ന്. പക്ഷേ ആ ഹദീസിൻ്റെ നാം ഫലി യതവദ്ദ, അതെ അവൻ ഒതു ചെയ്യട്ടെ എന്നുള്ള റസൂലുള്ളാഹിൻ്റെ ആ കൽപ്പന ഒരു ചോദ്യത്തെ തുടർന്നാണ്. അപ്പം മസ്അലക്ക് ബിദ്ദബ്തുമാണ്, മസ്അലക്ക് ബിദ്ദബ്ത് കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. പക്ഷെ ആ ഉത്തരത്തെ എടുത്തിട്ടാണ് താഹിരിയാക്കൾ പറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒതു ചെയ്യൽ നിർബന്ധമാണെന്ന്. പക്ഷേ ഈ റിവായത്തിനെ ഇമാം ഇബ്നു ഹിബ്ബാനും അതേപോലെ തന്നെ ഇബ്നു ഖുസൈമയും റിവായത്ത് ചെയ്തപ്പോൾ അതിലുള്ളത് നാം ഫൽ യതവദ്ദ ഇൻഷാ, അവൻ ഒതു ചെയ്യട്ടെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നാണ്. അപ്പോൾ ഈ റിവായത്തുകൾ മുഴുവൻ ജമ്മ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ മറുപടി മാനിക്കുമ്പോൾ എന്താണ്, ഒതു ചെയ്യുക എന്നുള്ളത് എന്താണ്, വേറെ പ്രതിഫലാർഹമായ ബലപ്പെട്ട സുന്നത്താണ്. അതേസമയം ഒരാൾ ഒതു ചെയ്യാതെ ഉറങ്ങിയാൽ അത് അനുവദനീയമാണെന്ന് ഈ ഹദീസും അതേപോലെ തന്നെ ഇബ്നു ഖുസൈമയുടെയും ഇബ്നു ഹിബ്ബാന്റെയും റിവായത്തും ഇൻഷാ എന്നുള്ള റിവായത്തും അറിയിക്കുന്നു എന്നുള്ളത്. ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഖുസൈമി സഹീഹിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ആ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിച്ച പിന്നെ കർമ്മശാസ്ത്ര വിധികൾ. കഴിഞ്ഞ ആഴ്ച നമുക്കൊന്ന് പിന്നെ അതൊരു താളം തെറ്റി പോയി. ഇനി ഇന്നത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്ത് കുളിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ 2 പേർ ആയിഷയും മൈമൂനയും റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇതിൽ ഒന്നാമത്തേത് ഞാൻ വായിക്കുമ്പോൾ ഇതിൽ തെറ്റ് ഉണ്ടെങ്കിൽ അത് പറയണം. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇഗ്തസല മിനൽ ജനാബത്തി യബ്ദഉ ഫയഗ്സിലു യദൈഹി ثم يفرغ بيمينه على شماله فيغسل فرجه ثم يتوضأ ثم يأخذ الماء فيدخل أصابعه في أصول الشعر ثم حفن على رأسه 3 حفنات ثم أفاض على سائر جسده ثم غسل رجليه متفق عليه واللفظ لمسلم ولهما من حديث ميمونة رضي الله عنها ثم أفرغ على فرجه وغسله بشماله ثم ضرب بها الأرض رحمك الله. وفي رواية فمسحها بالتراب وفي آخره ثم أتيته بالمنديل فرده وفيه رحمك الله الله يشفيك وجعل ينفض الماء بيده പ്രശ്നമല്ല ഇതിൽ. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഖാലത്ത്, ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇഗ്തസല മിനൽ ജനാബ, കാന റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ഇഗ്തസൽ എന്ന് പറഞ്ഞാൽ ഇദാ അറാദൽ ഇഗ്തിസാൽ, കുളിക്കുവാൻ ഉദ്ദേശിച്ചാൽ, മിനൽ ജനാബ, മിൻ എന്നുള്ളത് ഇവിടെ സബബിയാണ്, ജനാബത്ത് കാരണത്താൽ കുളിക്കുവാൻ ഉദ്ദേശിച്ചാൽ. എന്താ ജനാബത്ത് എന്ന് എന്താ, വലിയ അശുദ്ധിയാണ്. ഇജ്തനബ അല്ലെങ്കിൽ ജനബ എന്നൊക്കെ പറഞ്ഞാൽ അകന്നു, ദൂരെയായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, നിസ്കാരത്തിൽ നിന്ന് അകലും, ഖുർആനോത്തിൽ നിന്ന് അകലും, അതൊന്നും ഒക്കെ പറ്റൂല. അപ്പോൾ ആ ഒരു ആശയമുള്ളത് കൊണ്ടാണ് അതിന് ജനാബത്ത് എന്ന ആ അവസ്ഥക്ക് പറയുന്നത്. അപ്പോൾ ജനാബത്ത് കാരണത്താൽ കുളിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചാൽ യബ്ദഉ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങും. ഫയഗ്സിലു യദൈഹി, അങ്ങനെ ഫയഗ്സിലു തിരുനബി കഴുകും, യദൈഹി തൻ്റെ കൈകൾ, യദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുൻകൈയാണ് ഉദ്ദേശം. ശരിക്കും കൈ മുഴുവനും യദാണ്. പക്ഷേ മൊത്തത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ യദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കെഫാണ് ഉദ്ദേശിക്കുന്നത്. മിർഫക്ക് ഇതുവരെയാണെങ്കിൽ മിർഫക്ക് എന്ന് പറയണം, അല്ലെങ്കിൽ ഇതും കൂടി ചേർത്താണെങ്കിൽ
ദിറ അല്ലെങ്കിൽ അദുദ് എന്ന് പറയണം. അസാരിഖു വസാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, മോഷ്ടിച്ച ആണും പെണ്ണും ഫഖ്തഉ ഐദിയഹുമ, നിങ്ങൾ അവരുടെ കരങ്ങൾ വെട്ടണം എന്നാണ്. അപ്പോൾ കൈ വെട്ടണം എന്നാണ് ഇവിടുന്ന് വെട്ടേണ്ടത്, അല്ല ഐദി എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ കൈ കെഫാണ് ഉദ്ദേശം, അവിടെ കെഫാണ് ഉദ്ദേശം. യദുൻ ഇവിടെ ഫയഗ്സിലു തിരുനബി കഴുകും യദൈഹി തൻ്റെ ഇരു കരങ്ങളും. കരങ്ങൾ എന്ന് പറഞ്ഞാൽ കെഫ്, കെഫ് മുൻകൈകൾ രണ്ടും കഴുകും. സുമ്മ യുഫ്രിഗു എന്നിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്രഗ യുഫ്രിഗു എന്ന് പറഞ്ഞാൽ ചൊരിയും, ചൊരിയും. ബി യമീനിഹി തൻ്റെ വലത് കൈ കൊണ്ട്. അഫ്രഗ യുഫ്രി ആണ് കോരി ചൊരിയണീനാ പറയാം, കോരി ചൊരിയാന്ന്, കോരിപ്പാര്. സുമ്മ യുഫ്രിഗു ബി യമീനിഹി പിന്നീട് തൻ്റെ വലത് കൈ കൊണ്ട് തിരുനബി കോരി ചൊരിയും. എവിടെ? അലാ ഷിമാലിഹി തൻ്റെ ഇടത് കൈയിന്മേൽ. ഫയഗ്സിലു ഫർജഹു അങ്ങനെ ഫയഗ്സിലു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുകും ഫർജഹു തൻ്റെ ഫർജിനെ. ഫർജ് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവം, ഫർജ്. ശരിക്കും ഫർജ് എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള വിടവിനാണ് ഫർജ് എന്ന് പറയാം. രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള വിടവ്, അത് ഏതായാലും ഫർജ് എന്ന് പറയും. അപ്പം മുൻദ്വാരത്തിനും പിൻദ്വാരത്തിനൊക്കെ ഫർജ് എന്ന് പ്രയോഗിക്കും. പക്ഷേ ഉർഫിൽ ഈ നമ്മളുടെ ഈ സാധാരണ പ്രയോഗങ്ങളിൽ ഫർജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? മുൻദ്വാരാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫർജ് എന്നുള്ളത് ആ ഉദ്ദേശമാണ്. ഫയഗ്സിലു അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുകും ഫർജഹു തൻ്റെ ഫർജിനെ, ലൈംഗികാവയവത്തെ. സുമ്മ യതവദ്ദ എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യും. സുമ്മ യതവദ്ദഉ പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യും. സുമ്മ യഅഖുദുൽ മാഅ സുമ്മ എന്നിട്ട് യഅഖുദുൽ മാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമെടുക്കും. ഫയുദ്ഖിലു അസാബിഅഹു അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലുകളെ പ്രവേശിപ്പിക്കും. ഫയുദ്ഖിലു പ്രവേശിപ്പിക്കും, അസാബിഅഹു തൻ്റെ വിരലുകളെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലുകളെ പ്രവേശിപ്പിക്കും. ഫി ഉസൂലി ഷഅരി ഉസൂൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് അസാസ്, അടിഭാഗം. അസാസ് എന്ന് പറഞ്ഞാൽ അടിഭാഗം, മൂലം, അടിഭാഗം എന്നർത്ഥത്തിന് ഉസൂൽ പറയാം. അസൽ ഉസൂൽ. ഷാർ മുടി. അപ്പം മുടിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ മുടിൻ്റെ അടിഭാഗം, ഈ മൂലഭാഗം. ഫയുദ്ഖിലു അസാബിഅഹു തൻ്റെ വിരലുകളെ പ്രവേശിപ്പിക്കും. ഫി ഉസൂലി ഷാർ മുടിയുടെ മൂലഭാഗത്ത്, അടിഭാഗത്ത് പ്രവേശിപ്പിക്കും. സുമ്മ ഹഫന അലാ റഅസിഹി സലാസ ഹഫനാത്ത് സുമ്മ എന്നിട്ട് ഹഫന അലാ റഅസിഹി തൻ്റെ തലയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫന എന്ന് പറഞ്ഞാൽ അഫാമ ചൊരിയും, അല്ലെങ്കിൽ അസാല ഒഴുക്കും. ഹഫന ചൊരിയും, അതും ഈ കോരി ചൊരിയണീനാണ് പറയാം. ഹഫനത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ രണ്ട് കൈക്കുമ്പിളിൽ ഇങ്ങനെ പിടിക്കലാണ്. രണ്ട് കൈക്കുമ്പിൾ കൂട്ടി പിടിക്കണ എന്താ പറയുക? ഹഫനത്ത് എന്ന് പറയാം. അപ്പോൾ ഹഫന എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കൈക്കുമ്പിളിൽ വെള്ളം കോരി എടുത്തിട്ട് ചൊരിയ. അതാണ്. സുമ്മ ഹഫന അലാ റഅസിഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തലയിൽ രണ്ട് കൈക്കുമ്പിൾ ചേർത്ത് കോരി ചൊരിയും. സലാസ ഹഫനാത്ത് എത്ര പ്രാവശ്യം? 3 കോരൽ. അതാണ് സലാസ ഹഫനാത്ത്. ഹഫനത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു 2 കൈക്കുമ്പിൾ നിറച്ച് വെള്ളം. അങ്ങനത്തെ 3 കൈക്കുമ്പിൾ ഇങ്ങനെ ചൊരിയും. സുമ്മ അഫാദ അലാ സായിരി ജസദിഹി സുമ്മ എന്നിട്ട് അഫാദ എന്ന് പറഞ്ഞാൽ അസാല അജ്റ ഒഴുക്കും. സുമ്മ അഫാദ പിന്നീട് ഒഴുക്കും. അവിടെ അഫാദ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അർത്ഥം. അസാല അല്ലെങ്കിൽ അജ്റ ഒഴുക്കും. സുമ്മ എന്നിട്ട് അഫാദ അലാ സായിരി ജസദിഹി
തൻ്റെ ശരീരത്തിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം ഒഴുക്കും. സായിർ ജസദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം, ചിലർ മുഴുവൻ ശരീരങ്ങളിലെന്ന് പറയും, അവിടെ മുഴുവൻ ശരീരമല്ല ഉദ്ദേശം. സായിറുൽ ജസദ് എന്ന് പറഞ്ഞാൽ ബാക്കി അൽ ജസദ്, ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ. ഇപ്പോൾ വെള്ളമാകാത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ. സുമ്മ അഫാദ അല സായിരി ജസദിഹി, പിന്നീട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശരീരത്തിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം ഒഴുക്കും. സുമ്മ പിന്നീട് ഗസല റിജ്ലൈഹി, തിരുനബി തൻ്റെ ഇരു കാലുകളും കഴുകും. സുമ്മ എന്നിട്ട് ഗസല, തിരുനബി കഴുകും, റിജ്ലൈഹി തൻ്റെ ഇരു കാലുകളും. അവിടെയും റിജിൽ എന്ന് പറയുമ്പോൾ യദ് പറഞ്ഞതുപോലെ തന്നെ, യദ് പറഞ്ഞപ്പോൾ മുൻകൈ, റിജിൽ എന്ന് പറഞ്ഞാലോ പിന്നെ കാൽപാദം അതാണ്, തൻ്റെ കാൽപാദങ്ങൾ രണ്ടും കഴുകും. ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. മുഅ്മിനീൻ ആയിഷയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ലഫ്ദുകൾ റിവായത്ത് ചെയ്യുന്നുണ്ട്. വൽ ലഫ്ദു ലി മുസ്ലിം, ഈ ഹദീസിലെ പ്രയോഗം അത് മുസ്ലിമിൻ്റേതാണ്. അടുത്ത ഹദീസ് ഇതേ വിഷയമാണ്. അപ്പോൾ അത് വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വിഷയത്തിലേക്ക് വരാം. വലഹുമ മിൻ ഹദീസി മൈമൂനത റളിയല്ലാഹു അൻഹാ, വലഹുമ അവർ രണ്ടു പേർക്കുണ്ട്. വലഹുമ എന്ന് പറഞ്ഞാൽ വലിൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിക്കും മുസ്ലിമിനും ഉണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ, ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യുന്നതായിട്ടുണ്ട്. ആരിൽ നിന്നാണ് റിവായത്ത് ചെയ്യുന്നത്? മിൻ ഹദീസി മൈമൂന റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്, മൈമൂന റളിയല്ലാഹു അൻഹയിൽ നിന്ന്. എന്താ ഉള്ളത്? സുമ്മ അഫ്റഗ അലാ ഫർജിഹി, മൈമൂന റളിയല്ലാഹു അൻഹയുടെ റിവായത്തുള്ളത് സുമ്മ എന്നിട്ട് തിരുനബി അഫ്റഗ അലാ ഫർജിഹി, തൻ്റെ ഫർജിന്മേൽ കോരി ഒഴിച്ചു. അഫ്റഗ കോരി ഒഴിച്ചു, അലാ ഫർജിഹി ലൈംഗികാവയവത്തിന്മേൽ, ഗുഹ്യാവയവത്തിൽ കോരി ഒഴിച്ചു. വഗസലഹു എന്നിട്ട് തിരുനബി ലൈംഗികാവയവത്തെ കഴുകി, ബി ഷിമാലിഹി തൻ്റെ ഇടത് കൈകൊണ്ട്. സുമ്മ എന്നിട്ട് ദറബ ബിഹൽ അർദ്, ദറബ തിരുനബി അടിച്ചു, ബിഹ ഇടത് കൈ, അൽ അർദ് മണ്ണിൽ അടിച്ചു. അപ്പോൾ പിന്നെ ലൈംഗികാവയവത്തിൽ തിരുനബി വെള്ളം ഒഴിപ്പിച്ചു, എന്നിട്ട് ഇടത് കൈ കൊണ്ട് കഴുകി, എന്നിട്ട് ആ കൈ നിലത്തടിച്ച് മണ്ണിലടിച്ച്. അതാണ് സുമ്മ ദറബ ബിഹൽ അർദ്. വഫി റിവായത്തിൻ, മറ്റൊരു റിവായത്തിലുള്ളത് ഫമസഹഹ ബിത്തുറാബ്, ഫമസഹഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവി, മസഹഹ ആ ഇടത് കൈയിനെ, ഹ എന്ന് പറഞ്ഞാൽ അഷിമാൽ, മസഹ ഷിമാൽ ഇടത് കൈയിനെ തടവി, ബിത്തുറാബ് മണ്ണ് കൊണ്ട് തടവി. വഫി ആഖിരിഹി, മാത്രമല്ല ഈ റിവായത്തിൻ്റെ അവസാനത്തിലുണ്ട്, ഹദീസിൻ്റെ അവസാനത്തിലുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന പറയാണ് റളിയല്ലാഹു തആല അൻഹ, സുമ്മ അതൈതുഹു ബിൽ മിന്ദീൽ, ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞില്ലേ, അപ്പോൾ സുമ്മ എന്നിട്ട് അതൈതുഹു ബിൽ മിന്ദീൽ, സുമ്മ അതൈതുഹു തിരുനബിക്ക് ഞാൻ പിന്നെ മിന്ദീൽ കൊണ്ടെത്തിച്ചു. അതൈതുഹു എന്ന് പറഞ്ഞാൽ തിരുനബിക്ക് ഞാൻ പിന്നെ ബിൽ മിന്ദീൽ നൽകി, കൊണ്ടെത്തിച്ചു. അതെ, ഈ ഹദീസിൻ്റെ ഫി ആഖിരിഹി എന്നാണ്, ഇതിൻ്റെ അവസാനത്തിൽ. അതായത് അതന്നെ മൈമൂൻ്റെ ഹദീസും കുളിയെക്കുറിച്ച് തന്നെയാണ്. മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഹദീസും കുളിയെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ എന്തുണ്ട്? ഇങ്ങനെയുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ളത് എന്താ? സുമ്മ യുഫ്രിഖു ബി യമീനിഹി അലാ ഷിമാലിഹി, ഇങ്ങനെയാണ്. പക്ഷേ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ സുമ്മ അഫ്റഖ അലാ ഫർജിഹി വഗസലഹു ബി ഷിമാലിഹി, ഇങ്ങനെയാണ്. വെള്ളം നേരെ ഇവിടെ ഒഴിച്ചു, എന്നിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്ത് ഇടത് കൈ കൊണ്ട് കഴുകി. മറ്റേതങ്ങനെ ഇടത് കൈയിലേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്ത് പിന്നെ കഴുകി എന്നുള്ളതാണ്. ഏതായാലും കുളിയുടെ അവസാനത്തിൽ അതാണ് സുമ്മ അതൈതുഹു ബിൽ മിന്ദീൽ, തിരുനബിയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു മിന്ദീൽ കൊണ്ട്, എന്നാണ് ഒരു മിന്ദീൽ കൊണ്ടെത്തി. മിന്ദീൽ എന്ന് പറഞ്ഞാൽ ടവൽ അല്ലെങ്കിൽ ടവൽ അല്ലേ, തൂവാല മിന്ദീൽ. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ബിൽ ഖിർഖ എന്നാണ്. ഖിർഖത്ത് പറഞ്ഞാൽ എന്താ? തുണിക്കഷ്ണം. ഒരു തുണിക്കഷ്ണം ഞാൻ
കൊണ്ടെത്തിച്ചു. തുമ്മ അതൈതുഹു തിരുനബിയുടെ അടുക്കൽ ഞാൻ ചെന്നു ബിൽ മിന്തിയിൽ മിന്തിയിൽ കൊണ്ട്, അങ്ങനെ അർത്ഥം പറയാം. മിന്തിയിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതിലേറെ മിന്തിയിൽ കൊണ്ട് ഞാൻ ചെന്നു. മിന്തി എന്നാണ് തൂവാല, ഖിർഖത്ത് തുണിക്കഷ്ണം. ഫറദ്ദഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഫറദ്ദഹു അതിനെ തിരസ്കരിച്ചു, വേണ്ടെന്ന് വെച്ചു, മടക്കി. മിന്തിയിൽ വേണ്ടാന്ന് പറഞ്ഞു. ബുഖാരിയുടെ റിവായത്തിൽ സുമ്മ അതൈതുഹു ബിൽ ഖിർഖ, തിരുനബിയുടെ അടുക്കലേക്ക് ഞാനൊരു ഖിർഖത്ത് കൊണ്ട് ചെന്നു. ഫലം യുരീദ്ഹ, ഫലം യുരീദ്ഹ. എന്താ ഫലം യുരീദ്ഹ പറഞ്ഞ? ഫലം യുരീദ്ഹ എന്താ ഇങ്ങനെ പറഞ്ഞാൽ? ഫലം യുരീദ്ഹ പറഞ്ഞാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉദ്ദേശിച്ചില്ല. ഉദ്ദേശിച്ചില്ല പറഞ്ഞാൽ എന്താ? അത് വേണ്ടെന്ന് വെച്ചു. അതാണ് എൻ്റെ ഉദ്ദേശം. ഫലം യുരീദ്ഹ. ഇത് മുഖഫഫത്തായിട്ടാണ് ഈ റിവായത്ത്. ഇമാം ബുഖാരിയുടെ റിവായത്ത് മുഖഫഫത്തായിട്ടാണ്, അതായത് ദാലിന് ശദ്ദില്ലാതെയാണ്. ഫലം യുരീദ്ഹ, തിരുനബി അത് ഉദ്ദേശിച്ചില്ല. പക്ഷെ ഇബ്നു സക്കൻ്റെ റിവായത്തിൽ ഇങ്ങനെയുള്ളത്, ഈ ദാലിന് ശദ്ദുണ്ട്, ദാലിന് ശദ്ദുണ്ട്, ഇത് ഹറക്കത്തും ഇല്ലെങ്കിൽ എന്തായി വായിക്കുക? ഫലം യറുദ്ദഹ. അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? ഇവിടെ ഫറദ്ദഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് മടക്കി എന്നാണ്. ഇവിടെ ഖിർഖത്ത് റസൂലുള്ള മടക്കിയില്ല എന്നാണ്. അപ്പോൾ എന്തായി? വൈരുദ്ധ്യമായി. പക്ഷേ ഇതെന്താണ്? ഇത് റാവിയുടെ വഹമാണ്, റാവിക്ക് തെറ്റുപറ്റിയതാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിക്ക് വന്ന വീഴ്ചയാണ്. കണ്ടോ, ആ വീഴ്ച ഒരാൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഹദീസിൻ്റെ പുറം കയറാൻ അയാൾക്ക് ഇത് മതിയാവും. മനസ്സിലായോ? അത് ഇബ്നു സെക്കൻഡ് റിവായത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത്. അത് കൊണ്ടുവന്ന റാവിയുടെ റിവായത്ത് വഹമാണ്. പക്ഷേ ഇത് സഹിയായിട്ട് ഇമാം ബുഖാരിയുടെ റിവായത്തുള്ളത്, ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, ഞാൻ തിരുനബിക്ക് ഒരു ഖിർഖത്ത് കൊണ്ടുവന്നു, ശില തോത്താനുള്ളത്. അപ്പോൾ ഫലം യുരീദ്ഹ, റസൂൽ എന്ത് ചെയ്ത? അത് ഉദ്ദേശിച്ചില്ല, വേണ്ടെന്ന് വെച്ചു. അത് വേണ്ടെന്ന് വെച്ചു. തൈ വഫീഹി, അതിലുണ്ട്, എങ്കിൽ ആ ഹദീസിലുണ്ട്, അല്ലെങ്കിൽ ആ കുളിയുടെ രീതിയിലുണ്ട്, വജഅല യൻഫുദുൽ മാഅ ബിയദിഹി. വജഅല യൻഫുദു, ജഅല എന്ന് പറഞ്ഞാൽ ആക്കി എന്നല്ല, ജഅല അഫ്ആലുൽ ഇബ്തിദായിൽപ്പെട്ടതാണ്. മുദാരിയായ ഫഇലിന് മുമ്പിൽ ജഅല എന്നുള്ളത് വന്നാൽ തുടങ്ങി എന്നർത്ഥം. അതായത് മുദാരിയായ ഫഇലിന് മുന്നിൽ ജഅല വന്നാൽ അഫ്ആലുൽ ഇബ്തിദ എന്ന് പറയും. അപ്പോൾ അതിന് തുടങ്ങി എന്നാണ് അർത്ഥം. ഫജഅല യൻഫുദു അൽമ, തിരുനബി വെള്ളം കുടയാൻ തുടങ്ങി. വജഅല യൻഫുദുൽ മാ, വെള്ളം തിരുനബി കുടയാൻ തുടങ്ങി. ജഅല ബിയദിഹി, തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ തുടയാൻ തുടങ്ങി. തടവ് അല്ലല്ല, ഇത് വെള്ളം ശരിക്കും എന്ത് ചെയ്യാണ്? കുടയല്ലേ, കൈകൊണ്ട് കുടയാൻ തുടങ്ങി. ജഅല എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി എന്നർത്ഥം. വജഅല യൻഫുദുൽ മാഅ ബിയദിഹി, തൻ്റെ കൈകൊണ്ട് വെള്ളം ഫുദ് ചെയ്യാൻ തുടങ്ങി, കുടയാൻ തുടങ്ങി. ഇവിടെ ഹദീസിൻ്റെ റാവി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വന്നാണ്. ആയിഷ ആരാണ്? ആയിഷ അസ്സിദ്ദീഖ ബിന്തു അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ. ഇത് മൈമൂനയാണ്. ആരാ മൈമൂന? മൈമൂന ബിന്തുൽ ഹാരിസ് അൽ ഹിലാലിയ അൽ ആമിരിയ അൽ മുസ്തലഖിയ. അവർ ബനു ആമിർ ഗോത്രക്കാരിയാണ്, ബനു ഹിലാൽ ഗോത്രക്കാരിയാണ്, ഒക്കെ ഉപഗോത്രങ്ങളാണ്. ബനുൽ മുസ്തലഖ് ഗോത്രത്തിൽപ്പെട്ട മൈമൂന റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം കല്യാണം കഴിച്ച ഭാര്യയാണ് മൈമൂന ബിന്തുൽ ഹാരിസ്. അവർ കുറേ സഹോദരിമാരാണ്, ഒക്കെ സ്ത്രീകളാണ്. മൈമൂന ബിന്തുൽ ഹാരിസ്, സൈനബ് ബിന്ത് ഖുസൈമ, അസ്മ ബിന്ത് ഉമൈസ്, സൽമ ബിന്ത് ഉമൈസ്, ഉമ്മുൽ ഫദൽ, ലുബാബ അൽ കുബ്ര, ഇതൊക്കെ ഒരു സഹോദരിമാരാണ്. ഇതിൽ മൈമൂന ബിന്തുൽ ഹാരിസ്, അവരുടെ മൂത്ത സഹോദരിയാണ് ഉമ്മുൽ ഫദൽ, ലുബാബ, ഇബ്നു അബ്ബാസിൻ്റെ ഉമ്മ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ. ഇബ്നു അബ്ബാസ് അതായത് അബ്ബാസിൻ്റെ ഭാര്യ. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാം സ്വീകരിച്ചിട്ട് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ് ആര്? ഉമ്മുൽ ഫദൽ, ലുബാബ അൽ കുബ്ര. ഈ മൈമൂന റളിയല്ലാഹുവിൻ്റെ നേരിട്ട സഹോദരിയാണ്, വാപ്പിമ്മിയത്തെ സഹോദരിയാണ്. മൈമൂനയുടെ
റളിയല്ലാഹു അൻഹയുടെ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിയാണ് ഉമ്മുൽ ഫضൽ. ഉമ്മുൽ ഫضൽ അവരുടെ പേര് ലുബാബ അൽ കുബ്രയാണ്. ലുബാബ അൽ കുബ്ര. ലുബാബ അൽ കുബ്ര. ഇവരാണ് ഉമ്മുൽ ഫضൽ. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഖദീജയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഇവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവരാണ് അബൂലഹബിനെ അടിച്ചു കൊന്നത്. ബദർ യുദ്ധവേളയിൽ അബൂലഹബിനെ മക്കയിൽ ഇവരാണ് കല്ലെടുത്തിട്ട് തലക്കടിച്ചിട്ട് അബൂലഹബ് അങ്ങനെയാണ് വടിയാണ്. വളരെ ദീനീനിഷ്ഠമുള്ളൊരു മഹദിയാണ്. അങ്ങനെ ഇവരിലൂടെയാണ് മൈമൂനയെ കുറിച്ചിട്ട്, മൈമൂനയെ റസൂലുള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ദയ്യനത്തായ ദീനീനിഷ്ഠയുള്ള മഹദിയായിരുന്നു മൈമൂന. അവരുടെ പേര് മറ്റൊരു പേരാണ് ബറ. മൈമൂന ബിന്തുൽ ഹാരിസ്. അവർക്ക് ബറ എന്ന പേരുണ്ട്. ബറ ബിന്തുൽ ഹാരിസ്. അങ്ങനെ ദീനീനിഷ്ഠ കൂടുതലുള്ള ഒരു മഹദി ആയതിനാലാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറയുന്നത് അവരെ കല്യാണം കഴിക്കണം. അങ്ങനെയാണ് റസൂലുള്ള മൈമൂനയെ കല്യാണം കഴിക്കുന്നത്. അത് ഉംറത്തുൽ ഖളായിലാണ്. ഉംറത്തുൽ ഖള എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ 7 റസൂലുള്ള ഹുദൈബിയ സന്ധിയിൽ തടയപ്പെട്ടല്ലോ. അപ്പോൾ ഉംറ ചെയ്യാൻ പറ്റിയില്ല. ആ ഉംറ ഖളാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഹിജ്റയുടെ 7 പോണ്ട്, റഹ്മക്കല്ലാ 7 പോണ്ട്. അങ്ങനെ ആ യാത്രയിൽ, ഉംറത്തുൽ ഖളായുടെ യാത്രയിൽ റസൂലുള്ള സിറഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മക്ക മദീന, അന്നത്തെ മക്ക മദീന ഹൈവേയിൽ സിറഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവരെ കല്യാണം കഴിക്കുന്നതും അവിടെയാണ് വെച്ചാണ് അവരുമായിട്ട് വീട് കൂടുന്നത്. റസൂലുള്ള വീട് കൂടുന്നത് സിറഫ്. ഇന്നും മക്ക മദീന ഹൈവേയിൽ ഈ സിറഫ് പ്രസിദ്ധമായ സ്ഥലമാണ്. കാരണം റസൂലുള്ള ഹിജ്റയുടെ 7 ഇവരെ കല്യാണം കഴിച്ചു. ഹിജ്റയുടെ 51 മൈമൂന മരിക്കുന്നത്. മൈമൂന റളിയല്ലാഹു മരിക്കുന്നതും ആ സ്ഥലത്ത് വെച്ചാണ്, സിറഫിൽ വെച്ചാണ് മൈമൂന മരിക്കുന്നത് റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തരീഖുൽ ഹിജ്റയുടെ ആ റൂട്ടിൻ്റെ നമ്മൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വലത് ഭാഗത്ത് ഇവരുടെ മക്ബറ കാണാം. ഇവരുടെ ഒരു വളച്ചെട്ടിയൊരു മതിലുണ്ട്. അതിനകത്ത് ഇവരുടെ കബറിടാണ്, മൈമൂന റളിയല്ലാഹു അൻഹ കബറിടാണ്. റസൂൽ എവിടെ വെച്ചാണ് അവരെ കല്യാണം കഴിച്ചത്? ആ സ്ഥലത്തായിരുന്നു പിൽക്കാലത്ത് ഹിജ്റയുടെ 51 അവരുടെ മരണം. മൈമൂന ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ. ഈ മൈമൂന ബിന്തുൽ ഹാരിസ് അവരുടെ വാപ്പയും ഉമ്മയത്ത സഹോദരിയാണ് ഈ ലുബാബ അൽ കുബ്ര. പിന്നെ ചില ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം അൽ അഖവാത്തുൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സഹോദരിമാർ എന്നിവരെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ മൈമൂന ബിന്തുൽ ഹാരിസ്, ലുബാബ ബിന്തുൽ ഹാരിസ്, പിന്നെ സൈനബ് ബിന്ത് ഖുസൈമയും അസ്മാ ബിന്തു ഉമൈസും, പിന്നെ സൽമ ബിന്തു ഉമൈസും ഇവരാണ് 5 സഹോദരിമാർ. അതിൽ നോക്കിയേ, ഇവർ മൈമൂന ബിന്തുൽ ഹാരിസാണ്, ഇത് ലുബാബ ബിന്തുൽ ഹാരിസാണ്. വാപ്പ ആരാണ്? വാപ്പ ഹാരിസാണ്. ഇവരുടെ ഉമ്മ ഹിന്ദ് ബിന്ത് ഔഫാണ്. ഹിന്ദ് ബിന്ത് ഔഫാണ്. ഈ ഹിന്ദ് ബിന്ത് ഔഫിന് ഹാരിസിലുണ്ടായ മക്കളാണ് ലുബാബയും മൈമൂനയും. എന്നാൽ ഹിന്ദിന് ഖുസൈമ എന്ന് പറയുന്നൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. അതിലാണ് സൈനബ് ബിന്ത് ഖുസൈമ ഉണ്ടായത്. സൈനബ് ബിന്ത് ഖുസൈമ. ഈ സൈനബ് ബിന്ത് ഖുസൈമ റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ്, മൈമൂനയുടെ സഹോദരിയാണ്. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ് ആര്? സൈനബ് ബിന്ത് ഖുസൈമ. റസൂലുള്ളാഹിനോടൊപ്പം ഏതാനും മാസങ്ങൾ മാത്രമാണ് അവർ ജീവിച്ചത്. അവർ പെട്ടെന്ന് മരിച്ച്. സൈനബ് ബിന്ത് ഖുസൈമയെ ആദ്യം ഉബൈദത്താണ് കല്യാണം കഴിച്ചത്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഷഹീദായി. പിന്നെ അവരെ അബ്ദുള്ള ഇബ്നു ജഹ്ഷ് കല്യാണം കഴിച്ചു. അബ്ദുള്ള ഇബ്നു ജഹ്ഷ്. അങ്ങനെ ഉഹുദ് യുദ്ധത്തിൽ അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ഷഹീദായി. പിന്നെ അവർ വിധവയായപ്പോഴാണ് ഉഹുദിനെ തുടർന്ന് റസൂലുള്ള എന്ത് ചെയ്തത്? ഈ സൈനബ് ബിന്ത് ഖുസൈമയെ കല്യാണം കഴിച്ചത്. അപ്പോൾ മൈമൂന, ലുബാബ, സൈനബ് ബിന്തുൽ ഹാരിസ് അവർ ഹിലാലിയാണ്, ബനു ഹിലാൽ. പിന്നെ ഞാൻ പറഞ്ഞ അസ്മാ ബിന്തു ഉമൈസ് അൽ ഖസ്അമിയ, പിന്നെ സൽമ ബിന്തു ഉമൈസ് അൽ ഖസ്അമിയ. ഇവരുടെ ചരിത്രം ഒരു സുന്ദരമായ ചരിത്രം. പക്ഷേ നമുക്കത് വിശദീകരിക്കാൻ നേരമല്ല. അസ്മാ ബിന്തു ഉമൈസ് അൽ ഖസ്അമിയ അവരാദ്യം ജാഫർ ബിൻ അബി താലിബ് കല്യാണം കഴിച്ചു. ജാഫറിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അവരെ അബൂബക്കർ റളിയല്ലാഹു കല്യാണം കഴിച്ചു. പിന്നെ അവരെ അലിയാർ കല്യാണം കഴിച്ചു. അബൂബക്കർ റളിയല്ലാഹു മരിച്ചതിന് ശേഷം അസ്മാ ബിന്തു ഉമൈസിനെ അലിയാർ കല്യാണം കഴിച്ചു. മനസ്സിലായോ? സൽമ ബിന്തു ഉമൈസിനെ കല്യാണം കഴിച്ചത് ഹംസത്താണ്. ഹംസ റളിയല്ലാഹു തആലാൻ്റെ ഭാര്യയാണ് ആര്? സൽമ ബിന്ത് ഉമൈസ്.
സൽമ ബിന്ദു ഉമൈസ്, അവരും ഖസ്അമിയത്താണ്. പക്ഷേ ഉമൈസ്, അപ്പോൾ അവിടെ ഹിന്ദിന് ഉമൈസ് എന്ന ഭാര്യയിലാണ് സൽമയും അസ്മയും മക്കൾ. പിന്നെ ഹിന്ദിന് ഹുസൈമയിലാണ് സൈനബ്. ഹിന്ദിന് പിന്നെ അൽ ഹാരിസിലാണ് ലുബാബയും മൈമൂനയും. ഇത് ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ ഇത് അവസരം കിട്ടുകയെന്ന് വെച്ചാൽ നല്ല ഒരു ചരിത്രമാണ് ഇവരുടെ ഈ മഹദികളുടെയൊക്കെ ചരിത്രം. അവർ വിശ്വാസിനികളായ സഹോദരിമാരാണ്. അവർക്ക് വലിയ ഒരു ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അലാ കുല്ലിൻ, ഇവിടെ നമ്മുടെ ഹദീസിൻ്റെ റാവി മൈമൂന ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ. ഇനി ഈ ഹദീസിലെ ചില വിഷയങ്ങളാണ്. ഇത് ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസ്. ജനാബത്ത് കുളിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ജനാബത്ത് കുളിയുടെ നെയ്യത്തിൽ വെള്ളത്തിലാണ്ട് മുങ്ങി ശരീരാവയമൊക്കെ വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ശരീരാവയത്തിൽ എല്ലായിടത്തും വെള്ളമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജനാബത്തിന് കുളിയായി. അതാണ് പിന്നെ അനുവദനീയമായ കുളി. ഒരാൾ നീയത്തോട് കൂടി എന്ത് ചെയ്തു? വെള്ളം ശരീരം ഒന്നടങ്കം നനച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ജനാബത്ത് കുളിയായി. മാലിക്കി മദ്ഹബിലെ ഫുഖാഹകളാണ് വെള്ളം നനഞ്ഞാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? വെള്ളം ശരീരത്തിൽ ഒരക്കൽ നിർബന്ധമാക്കിയത്. അതേസമയം ശരീരാവയത്തിലൊക്കെ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ മതിയായ കുളിയായി, അനുവദനീയമായ കുളിയായി എന്നാണ് പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. പക്ഷേ ജനാബത്ത് കുളിയുടെ പൂർണ്ണ രൂപം അതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹദീസുകളിൽ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, അത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചതുള്ള ഒരു ഹിക്മത്ത് കൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ? റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ പിന്നെ പല വശങ്ങളും ഈ ഭാര്യമാരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പകർന്നു തരുന്നത്. അതൊരു ഭാര്യമാരുടെ റിപ്പോർട്ടിൽ ഇനി കുറച്ച് ഭാഗങ്ങളില്ലെങ്കിൽ മറ്റൊരു ഭാര്യ എന്ത് ചെയ്യണത്? അവിടുത്തെ റിപ്പോർട്ടിൽ അത് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശദമായ കുളിയുടെ രൂപമാണ് ഇവിടെ ഈ പറയുന്നത്. തിരുനബി ജനാബത്തിൽ നിന്നല്ല, ജനാബത്ത് കാരണത്താൽ, ഈ മീൻ സബബിയാണ്, കുളിക്കുവാൻ ഉദ്ദേശിച്ചാൽ തിരുനബി ആദ്യം തുടങ്ങൽ എങ്ങനെയാണ്? തൻ്റെ കൈ കഴുകും. എന്നിട്ട് കൈവെള്ളം പുറത്തെടുത്തിട്ടാണ് കൈ കഴുകണത്. സുമ്മ യുഫ്രിഹു ബി യമീനിഹി അലാ ഷിമാലി, പിന്നീട് ഈ വലത് കൈ കൊണ്ട് കോരി ഇടത് കൈയിൽ പാരും. റഹ്മക്കല്ലാ, വലത് കൈയിൽ വെള്ളം എടുത്തിട്ട് ഇടത് കൈയിൽ പാരും. എന്നിട്ട് ഫയഗ്സിൽ ഫർജഹു, ഇടത് കൈ കൊണ്ടാണ് നീണത് പിന്നെ ലൈംഗികാവയവം കഴുകണത്. ഇവിടെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ അഫ്റഗ അലാ ഫർജിഹി വഗസലഹു ബിഷിമാലി, നേരിട്ട് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇടത് കൈ കൊണ്ട് കഴുകി. എന്തായാലും പിന്നെ ലിംഗം കഴുകുന്നത് എന്തുകൊണ്ടാണ്? ഇടത് കൈ കൊണ്ടാണ്. കാരണം അവിടെ വൃത്തികേടുണ്ട്. ചിലപ്പോൾ നജസ്സും ഉണ്ടാകും. എന്താ നജസ്? മനി നജസ്സല്ല. മദീ ഉണ്ടാവാം, വദീ ഉണ്ടാകാം. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം ഉണ്ടാകും, നിങ്ങൾ പറഞ്ഞ രീതിയിൽ. സുമ്മ, അതാണ് അഫ്റഗ അലാ ഫർജിഹി വഗസലഹു ബിഷിമാലി. അത്തരം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഇടത് കൈയാണ് ഉപയോഗിക്കുക, വലത് കൈ ഉപയോഗിക്കാൻ പാടില്ല. സുമ്മ യതവദ്ദഉ, എന്നിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? വുദു ചെയ്യും. ആ വുദുവിന് നിസ്കാരത്തിന് ചെയ്യുന്ന വുദു പോലെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവസാനമാണ് എന്ത് ചെയ്ത്? കാല് കഴുകുന്നുണ്ട്. വുദു ചെയ്യും എന്നാണ്. ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വുദു പൂർണ്ണമായിട്ട് ചെയ്തു എന്നാണ്. കാല് കഴുകലടക്കം പൂർണ്ണമായിട്ട് എന്നാണ്. എന്നിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്ത്? അവസാനം കാല് കഴുകി. കാരണം എന്താ? ഒരാൾ കുളിച്ചിട്ടുണ്ട് എങ്കിൽ കുളിച്ചതിൻ്റെയൊക്കെ ശേഷിപ്പ് ചെന്ന് നിൽക്കുക എവിടേക്കാരും കാലിൻ്റെ ഭാഗത്തായിരിക്കും. ഒരു വേള അതുകൊണ്ടായിരിക്കാം അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? കാലും കൂടി കഴുകി എന്ന് പറഞ്ഞത്. ഇവിടെ കാലുൾപ്പെടെ വുദു ചെയ്തു എന്നാണ്. കാലുൾപ്പെടെ വുദു ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത്. കാരണം സുമ്മ യതവദ്ദഉ എന്നാണ്. സുമ്മ യഖുദുൽ മാ ഫയുദ്ഖിലു അസാബിഅഹു ഫി ഉസൂലി ശഅർ, ശരിക്ക് മുടിൻ്റെ അടിഭാഗത്തേക്ക് വിരലുകൾ വെള്ളം എടുത്തിട്ട് പ്രവേശിപ്പിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? വെള്ളം എവിടെ എത്തണം? വെള്ളം ഉസൂലി ഷാറിലെത്തണം. ബഷറത്ത് നനയണം, തൊലി നനയണം. അതാണ് മുടിക്കുറ്റി. അതാണ് ഉസൂലി ഷാർ എന്ന് പറഞ്ഞാൽ മുടിക്കുറ്റിയിൽ പ്രവേശിച്ചു. അപ്പോൾ പിന്നെ മുടിക്കുറ്റിയിൽ വെള്ളം പ്രവേശിക്കുന്നത് എന്തിനാണ്? അവിടുത്തെ ബഷറത്ത്, തൊലി നനയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ വെറുതെ വെള്ളം കോരി പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യണം? വെള്ളം തൊലിയിലെത്തണം. അതെ, ജനാബത്ത് കുളിയിൽ അങ്ങനെയാണ്. ജനാബത്ത് കുളിയിൽ തൊലിയിൽ വെള്ളമെത്തണം. അത് പിന്നെ
ഒതുവിൻ്റെ മാതിരിയല്ല. ഒതുവിലും റസൂലുള്ള എന്ത് ചെയ്യുന്നത്, തിങ്ങിയ താടിയെ ചികറ്റിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ജനാബത്ത് കുളിയെ സംബന്ധിച്ചിടത്തോളം തൊലി മുഴുവൻ എന്ത് ചെയ്യണം, വെള്ളെത്തണം. അത് പിന്നെ എല്ലായിടത്തും. എങ്ങനെ അത് തല നനയണില്ലല്ലോ, മസാലേ തടവണേ ഉള്ളൂ, വെള്ളം നനയണില്ല ശരിക്കും എല്ലായിടത്തും. സുമ്മ ഹഫന അല റഅസിഹി സലാസ ഹഫനാത്ത്. കണ്ടോ, ഇത് വെള്ളം ശരിക്കും നനച്ചതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, തലയിൽ വെള്ളം 3 തവണ കോരി പാരണത്. സുമ്മ അഫാദ അല സാഇരി ജസദിഹി, മറ്റു ശരീര അവയവങ്ങൾ വെള്ളം ഒലിപ്പിച്ചതിന് ശേഷം സുമ്മ ഗസല രിജ്ലൈഹി, അവസാനം എന്ത് ചെയ്ത് കാല് കഴുകിയിട്ടാണ് റസൂലുള്ള വിരമിക്കണത്. ഇവിടെ ഫർജിൽ റസൂലുള്ള വെള്ളം ഒഴിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, തൻ്റെ ഇടത് കൈ കൊണ്ട് ഫർജ് കഴുകി. എന്നിട്ട് ആ കൈ എന്ത് ചെയ്തു, സുമ്മ ദറബ ബിഹൽ, അതത് മണ്ണിൽ അടിച്ചു. കാരണം പിന്നെ ചിലപ്പോൾ മനീൻ്റെ ശേഷിപ്പുണ്ടാവും, അല്ലെങ്കിൽ നജസ് വല്ലതും ഉണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ മണ്ണിലടിക്കുന്നത്. ഫി റിവായ ഫമസഹഹ ബിത്തുറാബ്, മണ്ണിൽ അത് വരുതി എന്നുള്ളതാണ്. വൽ മുഹിം, മണ്ണിൽ വരുതിയാലും നിലത്തടിച്ചാലും ഇത് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ സോപ്പ് ഉപയോഗിച്ചാലും വിഷയമല്ല. വഫി ആഖിരിഹി സുമ്മ അതൈതുഹു ബിൽ മിന്ദിൽ ഫറദ്ദഹു, തിരുനബിക്ക് ഞാനൊരു തുവാല കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ തിരുനബി എന്ത് ചെയ്തു, അത് മടക്കി. എന്താ തിരുനബി ചെയ്തത്, വഫീഹി വജഅല യൻഫുദുൽ മാഅ ബിയദിഹി, തൻ്റെ കൈകൊണ്ട് വെള്ളം കുടഞ്ഞ്, പിന്നെ കൈകൊണ്ട് വെള്ളം തിരുനബി കുടയുവാൻ തുടങ്ങി. ജഅല എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ തോർത്താതിരുന്നത്? എങ്ങനെ അത് വെള്ളം നനഞ്ഞാലല്ലേ, തുടക്കാതിരിക്കണ്ടല്ലോ. വെള്ളം ഇപ്പം തുടച്ചിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുദു, എൻ്റെ ഉമ്മത്തികൾ അന്ത്യനാളിൽ മുഖവും കൈക്കാലുകളും തിളങ്ങുന്ന അവസ്ഥയിലാണ് അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. മിൻ ആസാരിൽ വുദുവിൻ്റെ ശേഷിപ്പ് കാരണത്താൽ, വുദുവിൻ്റെ അടയാളം കാരണത്താൽ. അപ്പോൾ വുദു ചെയ്ത് തോത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും. കാരണം വുദു ചെയ്യുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് പക്ഷെ എന്നാലും പിന്നെ ഉണങ്ങണില്ലേ, നമ്മൾ ഇതുവരെ നനച്ചിടണ്ടേ. പക്ഷേ തോത്തിയിട്ടില്ലെങ്കിലും ഉണങ്ങണ്ടല്ലോ. ഇതിൽ പറയുന്ന ഹിക്മത്ത്, ഒരാൾ വുദു ചെയ്യുമ്പോൾ ശുദ്ധി വരുത്തുമ്പോൾ വെള്ളം ഒലിക്കുന്നതോടൊപ്പം അയാളുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഖറജത്ത് ഖതായാഹു, അയാളുടെ തെറ്റുകൾ എന്ത് ചെയ്യും, വെള്ളത്തോടൊപ്പം പുറത്തു പോകുന്നതാണ്. അപ്പോൾ വെള്ളം ആദിയായ രീതിയിൽ ഒലിച്ചു പോകട്ടെ, അത്രയും പാപങ്ങൾ പോയി കിട്ടാൻ എന്ന് പറഞ്ഞവരുണ്ട്. ശുദ്ധി വരുത്തുമ്പോൾ വെള്ളം ഒലിക്കുന്നതിനനുസരിച്ച് അയാളുടെ തെറ്റുകൾ പോകും. അപ്പോൾ എനിക്ക് ചെറിയ എന്താണെന്ന് വെച്ചാൽ, ഒരു ഷിയ റാഫുദി എൻ്റെ ഒരാളെ പ്രസംഗം കേട്ട, അവർക്ക് ഈ മുത്തഴത്ത് കല്യാണം ഉണ്ടല്ലോ, മുത്തഴത്ത് കല്യാണം. ആ മുത്തഴത്ത് കല്യാണം നടത്തിയിട്ട് പിന്നെ ഒരാണും പെണ്ണും മുത്തഴത്ത് കല്യാണം നടത്തി. നമ്മൾ വ്യഭിചരിച്ചു വേറെ മാനയിൽ. മുത്തഴത്ത് കല്യാണം നയിച്ചിട്ട് അവർ കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുളിച്ച ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളെ സൃഷ്ടിക്കുന്നതാണ്. ഓരോ തുള്ളിയിൽ നിന്നും മിൻ കുല്ലി ഖത്ര 70,000 മലക്ക് എന്നാണ്. 70,000 മലക്കിനെ പഠിക്കും. ആ 70,000 മലക്കുകളും അന്ത്യനാൾ വരേക്കും ഇവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിനെ തേടും. മാത്രമല്ല വയൽഅനൂന മൻ യുജന്നിബുഹ എന്നാണ്, മുത്തയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ ശപിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പം അടുത്ത് വരുന്ന പ്രസംഗമാണ് റാഫുദി എൻ്റെ അടുത്തുണ്ടത്. പിന്നെ അപ്പോൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തുള്ളിയിൽ നിന്നും അള്ളാഹു 70,000 മലക്കിനെ പടക്കും. ആ 70 മലക്കുകളൊക്കെയും ഇപ്പം കുറേ തുള്ളികൾ ഉണ്ടാവില്ലേ, അവരൊക്കെ എന്ത് ചെയ്യും, ഈ മുത്അ നടത്തിയവർക്ക് വേണ്ടിയിട്ട് അന്ത്യനാൾ വരേക്കും ഇസ്തിഗ്ഫാറിനെ തേടും. പിന്നെ മുത്അ നടത്താത്തവരെ ശപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ജാഫർ സാദിഖിലേക്കാണ് അയാൾ ആ റിവായത്ത് ചേർക്കുന്നത്. ജാഫർ അദ്ദേഹം മഅദല്ലാഹ് അവർ ഷിയാക്കൾ നടത്തണത് ബിലാശക്ക്, ഷിയാക്കൾ നടത്താതെ അവർക്കത് ദീനല്ലേ, അതവരുടെ ദീനാണ്. ഏതായാലും പിന്നെ
ഹദീസിൽ സഹിയായി വന്ന റിപ്പോർട്ടിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വെള്ളം ഒഴുകുന്നതോടൊപ്പം തെറ്റുകൾ ഒരാളുടേത് പോകും. അതുകൊണ്ട് വെള്ളം ആദിയായി ഒലിക്കട്ടെ, ആദിയായി ഒലിക്കട്ടെ, അത്രയും ഇതാവാൻ തുടച്ച് ഇതാക്കണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ അർത്ഥം ഒരാൾക്ക് തണുപ്പാണ്, ശൈത്യം മൂത്ത് പിന്നെ പ്രയാസം ഭയക്കുകയാണെങ്കിൽ തുടക്കേണ്ടെന്നല്ല. അപ്പോൾ തുടക്കൽ എന്താണ്? നിർബന്ധമാണ്. ഒരാളൊരു ഉപദ്രവത്തെ പ്രയാസത്തെ ഭയക്കുന്നുവെങ്കിൽ അപ്പോൾ എന്താണ്? തോർത്തൽ എന്താണ്? നിർബന്ധമാണ്. ഒരാൾക്ക് വെള്ളം തലയിലായിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ മുടങ്ങും. അയാൾ രോഗിയാവുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിനെ ഇത് ചെയ്യണം. അതേസമയം അങ്ങനെ ഇല്ലാത്തൊരാദിയായൊരവസ്ഥയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ, സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അയാൾ തുടക്കാതെ വെള്ളം കുടഞ്ഞു കളയുക എന്നുള്ളതാണ് എന്ത് ഉത്തമമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പൊതുവിധി. കുടയലാണ് ഏറ്റവും നല്ലത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അതേസമയം ഒരാൾ ഒരു സാഹചര്യം അയാളിത് തോർത്തൽ, ഒരാൾ തോർത്തിന്ന് വിചാരിച്ചിട്ട് എന്തില്ല, പ്രശ്നമല്ല. പക്ഷെ തോർത്തലാണ് ഒരാൾക്ക് നല്ലത്, ആരോഗ്യപരമായി ഇതൊക്കെയാണെങ്കിൽ അയാൾ തോർത്താണ് വേണ്ടത്. മറ്റേ ഇനി ഒരാൾ തോർത്തിയില്ലെങ്കിൽ രോഗിയാകും എങ്കിൽ തോർത്തൽ എന്താണ്? നിർബന്ധമാണ്. അങ്ങനെയാണ് ഫുഖഹാക്കൾ അതിനെ വിശദീകരിച്ച് ഈ ഹദീസിന്. പിന്നെണ്ടല്ല അങ്ങനെ ഉസൂലുഷാറിൽ വെള്ളം ആക്കിയിട്ട് വിരൽ പ്രവേശിച്ചിട്ട് സുമ്മ ഹഫനാല റസീ സലാത്ത് ഹഫനാത്ത് കൂലിപ്പാരാൻ പറഞ്ഞേ, തലയിൽ കൂടിയാണ് കൂലിപ്പാരുന്നത്. അത് എൻ്റെ ഹദീസിൻ്റെ ലഫ്സിൽ തന്നെ അങ്ങനെ ഉണ്ട്. അതെപ്പോഴും റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? കഴുകുന്ന കാര്യത്തിൽ ശുദ്ധി വരുത്തുമ്പോഴൊക്കെ വലതുഭാഗത്തെ മുന്തിപ്പിച്ചിട്ടുണ്ട്. കാന യോജിബുഹു തയമ്മുൻ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നായിട്ട് പാരുമ്പോൾ എപ്പോഴും നമ്മൾ റസൂലുള്ളാഹിനെ കാന യോജിബുഹു തയമ്മുൻ, റസൂലുള്ളാഹിനെ വലത് ഭാഗം ആശ്ചര്യപ്പെടുത്തിയിരുന്നു ഫി തതഹുരി, റസൂലുള്ളാഹിൻ്റെ ശുദ്ധി വരുത്തുന്നതിൽ. ഇപ്പോൾ ശുദ്ധി ചെയ്യുമ്പോഴൊക്കെ റസൂലിനെ വലതിനെയാണ് മുന്തിപ്പിച്ചിരുന്നത്. അടുത്ത ഹദീസ് ആ വിഷയത്തിലാണ്. സ്ത്രീകൾ അവരുടെ കുളിയുടെ വിഷയമാണ് അടുത്ത ഇതിൽ വരുന്നത്. ഉമ്മു സലമൻ്റെ ഹദീസാണ് ഇനി വരുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ വുളു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വുളു ചെയ്ത് തോർത്തുവാനുള്ള വുളു പിന്നെ മിന്തിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ബിലാലിൻ്റെ എങ്ങാണ്ട് ഹദീസ്, കുളിൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ ഇത് ഉണർത്തിയിട്ടുള്ളത്. മനസ്സിലായില്ല? വുളുവിൻ്റെ വിഷയത്തിലുള്ള ഹദീസിനെ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമുക്ക് അടുത്തതിൽ ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല, ഇപ്പോൾ ഇതെന്തായി? ഇത് പിന്നെ പൂർണ്ണ ശുദ്ധിയാണ്. അൽ ഹദസുൽ അക്ബർ, വലിയ അശുദ്ധി എന്ത് ചെയ്യാണ്? പൂക്കാണ്. പിന്നെ അവിടെ ചെറിയ അശുദ്ധി ഇനി ഇല്ല. അതുകൊണ്ട് തന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് പിന്നെ ആ കുളി കൊണ്ട് നിസ്കരിക്കാം. ചരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടത്? കൈ കഴുകാണ് വേണ്ടത്. അതിലിഷ്കാലില്ല. അതേസമയം ഇനി ഒരാളെടുത്ത് ബക്കറ്റ് സ്ഥാപിച്ച് വെച്ചേക്കാണ്, നമുക്ക് കോരി പാർന്നിട്ടാണ് കുളിക്കേണ്ടത് കൈ കൊണ്ട്, ഇപ്പോൾ കയ്യിൽ നജസ്സുണ്ട് എങ്കിൽ ഒരു കോരി പാരാനിടുന്നില്ലെങ്കിൽ അതൊരു നിർബന്ധ സാഹചര്യമാണ്. നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങൾ അനുവദിക്കും. വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം എപ്പോഴാണ് നജസ്സാകുക? വെള്ളം നജസ്സാകൽ എപ്പോഴാണ്? വെള്ളത്തിൻ്റെ നിറമോ മണമോ ഗുണമോ വ്യത്യാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. അതിപ്പോൾ കയ്യിലുള്ള പിന്നെ നജസ് കയ്യിൽ ഇനിയിപ്പോൾ അത്രമാത്രം ഒരാൾ പിന്നെ ഏതായാലും അത് നിർബന്ധ സാഹചര്യമാണ്. ഏതായാലും അത് ഒരു നിർബന്ധ സാഹചര്യമാണ്. ഇത് പിന്നെ ഷവറിലുള്ള കുളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളി മതിയാകും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുളിയുടെ രൂപമാണ്, പൂർണ്ണമായ കുളിയുടെ രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരാൾക്ക് അങ്ങനെ പിന്നെ ഷവറിൽ കുളിക്കുകയാണെങ്കിൽ ആ നീയത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടും. ഫർജ് സ്പർശിക്കുക എന്നുള്ളത് എന്തല്ല, ഈ സന്ദർഭത്തിൽ ഈ കേവല സ്പർശനങ്ങൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും വുളുവിനെ നഷ്ടാക്കില്ല. പിന്നെ സ്പർശനം നടത്തണമെങ്കിൽ വികാരപൂർണ്ണമായിട്ടാണെങ്കിൽ അതിൻ്റെ ഹുക്ം വേറെയാണ് കുളിക്കുമ്പോൾ. അതേസമയം ഒരാൾ കഴുകുമ്പോൾ, ശരീരത്തെ കഴുകുമ്പോൾ അതിലുള്ള സ്പർശനങ്ങളുണ്ടല്ലോ, അതൊന്നും വുളുവിനെ നഷ്ടാക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ഹദീസുകൾ പറയുന്നത് പിന്നെ വല്ലവരും ലൈംഗികാവയവത്തെ സ്പർശിച്ചാൽ അവന് വുളു പുതുക്കട്ടെ എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ അതിൽ നിൻ്റെ ഒരു അവയവം മാത്രമാണ് എന്ന് പറഞ്ഞാൽ പുതുക്കേണ്ടതില്ലെന്ന്. ആ ഹദീസുകളൊക്കെ അറിയിക്കണത് എന്താണ്? ഈ കേവല സ്പർശനങ്ങളാണ്. അതെന്ത് ചെയ്യില്ല, വുളുവിനെ നഷ്ടാക്കില്ല. അതേസമയം മറ്റേത് അറിയിക്കണതോ വികാരപൂർണ്ണമായിട്ടുള്ള സ്പർശനങ്ങളാണ്. അതാണ് വുളുവിനെ തേടുന്നത്, വുളു ഉണ്ടാക്കണം എന്നറിയിക്കുന്നത്. കൃത്രിമത്വം ഒരിക്കലും ശുദ്ധിൻ്റെ വിഷയത്തിൽ വേണ്ട. കാരണം റസൂൽ അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശുദ്ധിയുടെ വിഷയത്തിൽ തീവ്രരാകുന്ന ഒരു കൗമ് വരാനുണ്ട് എന്ന്. മനസ്സിലായി? അപ്പോൾ ശുദ്ധിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് വിശ്വാസം ഉണ്ടാകാൻ പാടുള്ളതല്ല. കുളിച്ചാൽ മതി, ഇങ്ങനെ കുളിച്ചാൽ മതി. അതിൽ വുളു വന്നില്ലേ? വുളു ഇതിൽ വന്നില്ലേ? ഇനി ഒരാളെന്ത് ചെയ്തു? കേവലം
വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഉയരാനുള്ള നീയത്തിൽ വെള്ളത്തിൽ മുങ്ങി, ശരീരാവയവത്തിലൊക്കെ വെള്ളമായി, വുളു എടുത്തിട്ടില്ല. പക്ഷേ അയാളുടെ നീയത്ത് എന്താ? ഈ വെള്ളം നനയുമ്പോൾ എനിക്ക് വലിയ അശുദ്ധി ഉയരണം, ചെറിയ അശുദ്ധി ഉയരണം, അതിന് ശേഷം നിസ്കരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഒരു പ്രാവശ്യം മുങ്ങിയാൽ തന്നെ മതി. കാരണം ഒരു പ്രാവശ്യം ഒന്നു എടുത്താൽ മതിയല്ലോ. ഒന്നുവിൽ തന്നെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, ഒന്നു സാധുവാകും. ഇല്ല അതുമില്ല. അങ്ങനെ നീയത്തിൽ ഒരാൾ എന്ത് ചെയ്തു, ശരീരാവയവത്തിൽ എല്ലായിടത്തും വെള്ളമാക്കിയിട്ട് ഒരാൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ മതി, അത് മതി, മുങ്ങി കുളിച്ചാൽ. പക്ഷേ വെള്ളം എല്ലായിടത്തും ആകുക എന്നുള്ളതാണ്. നീയത്തും ഉണ്ടാകണം. നീയത്ത് എന്താണ്? വലിയ അശുദ്ധി ഉയരണം, ചെറിയ അശുദ്ധി ഉയരണം, അതാണ് മുഖ്യം. അല്ല, മുങ്ങണ്ട, ശരീരത്തിൽ എല്ലായിടത്തും വെള്ളമാക്കിയാൽ മതി, മുങ്ങേണ്ട കാര്യമല്ല. പക്ഷേ മുങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ നമ്മൾ മറ്റേ നിലക്ക് കുളിക്കുമ്പോൾ എല്ലായിടത്തും എന്തുണ്ട്, നമ്മൾ കഴുകലുണ്ടല്ലോ, അതില്ലാത്ത രീതിയിൽ ഒരാൾ കേവലം മുങ്ങി എന്നുള്ളത്. അതുകൊണ്ടാണ് മുങ്ങൽ പ്രയോഗിക്കുന്നത്. അതാണ് ഫുഖഹാക്കൾ അങ്ങനെ പറയാൻ കാരണം, ഒരാൾ മുങ്ങി നീച്ചാൽ തന്നെയും എന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.